ഫ്ലൈറ്റ് യാത്രയിൽ യൂസ് ചെയ്യേണ്ട 3 വാക്കുകളാണ് ഇന്നും നമ്മൾ പഠിക്കുന്നത്. ക്യാബിൻ ക്രൂ, അതല്ലെങ്കിൽ നമ്മുടെ എയർ ഹോസ്റ്റസിനോട് നമുക്ക് പറയാവുന്ന ഒരു 3 വാക്ക് നമുക്ക് പഠിച്ചാലോ? കയറി വരുന്നു, നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ സീറ്റിൽ ഇരിക്കുന്ന ഒരാൾ വളരെ കൂളായി കിടന്ന് ഉറങ്ങുന്നുണ്ട്, അല്പം ലേറ്റായിട്ടുണ്ടാവും നമ്മൾ, അപ്പോൾ അയാൾ ഉറങ്ങുന്നുണ്ട്, അല്ലെങ്കിൽ അയാൾ എന്തോ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുക, അയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല. എയർ ഹോസ്റ്റസിനോട് പറയണം, നമുക്ക് ഇംഗ്ലീഷിൽ പറയാൻ കഴിയില്ല, ഹിന്ദി പറയാം. ഓക്കെ, ये मेरी सीट है मैडम, ये मेरी सीट है, ये दिखाइए, ये देखिए, ये नंबर देखिए, ये मेरी सीट है. ഒന്നാമത് ഇത് എൻ്റെ സീറ്റാണ്. ഓക്കെ, അല്ലെ അയാളോടും പറ, ഹിന്ദിക്കാരനാണ്, ഭായ് സാബ് അല്ലെ ബഹൻജി, യെ മേരി സീറ്റ് ഹെ, ഇത് എൻ്റെ സീറ്റാണ്. ഓക്കെ, അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത്, അപ്പം നമ്മൾ യെ മേരി സീറ്റ് ദർവാജയ്ക്ക് സാമനെ അല്ലെ ഖിഡ്ക്കിക്ക് സാമനെ, അതായത് ജനലിൻ്റെ അടുത്താണ്, നേരെയാണ് എൻ്റെ സീറ്റ് എന്നൊക്കെ പറയാനാണ് ഖിഡ്ക്കിക്ക് നസ്ദീഖ് ഹെ, ബാജൂമേ എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ അത് നമ്മൾ പറഞ്ഞു. രണ്ടാമത്, നമ്മളിങ്ങനെ വിമാനം പോയിക്കൊണ്ടിരിക്കുകയാണ്, ആ സമയത്ത് നമ്മുടെ ഫോണ് ഓഫ് ചെയ്യാൻ വേണ്ടി അവർ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫോൺ കണ്ടിട്ട് അയാൾ വന്നിട്ട് പറഞ്ഞു, ഫോൺ ബന്ദ് കറോ, യെ മേരെ മൊബൈൽ ആക്ച്വലി ഫ്ലൈറ്റ് മോഡ് പേ ഹെ. ഞാനിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്, मैडम सॉरी मेरी मोबाइल ആക്ച്വലി ഫ്ലൈറ്റ് മോഡ് പേ ഹേ. എൻ്റെ മൊബൈൽ യഥാർത്ഥത്തിൽ ഫ്ലൈറ്റ് മോഡിലാണ് ഉള്ളത്, ഇത് ഫ്ലൈറ്റ് മോഡിലാണുള്ളത്. ഓക്കെ, അപ്പോൾ അതായില്ലോ. മൂന്നാമത്തെ ഒന്ന്, എല്ലാവരും ലൈറ്റ് അങ്ങോട്ട് ബന്ധാക്കി. എനിക്ക് അത്യാവശ്യം ഒരു പേപ്പർ വായിക്കേണ്ടതുണ്ട്, എഴുതേണ്ടതുണ്ട്. അപ്പം മുകളിലുള്ള ആ ലൈറ്റ് ഉണ്ടല്ലോ, അതൊന്നും എന്താക്കണം, അതൊന്ന് അതിന് സ്വിച്ച് വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ ഉണ്ടാവും, എയർ ഇന്ത്യയിലൊക്കെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ പറയാണ്, മുझे ये ലൈറ്റ് ജലായിയെ, ये ജലാ സക്തേ ഹെ. ജലാന എന്ന് പറഞ്ഞാൽ കത്തിക്കുക എന്നാണ്. ये ലൈറ്റ് डाल सकते हैं मेरे लिए, ये ലൈറ്റ് ये रोशनी, ये ഫ്ലൈറ്റ്, ये റോഷ്നി എന്ന് പറയാം, അതല്ലെങ്കിൽ ये ലൈറ്റ് എന്ന് പറയാം. ലൈറ്റ് നമ്മൾ ഇംഗ്ലീഷ് പറയുന്നതാണ്, റോഷ്നിയാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ ഹിന്ദി വാക്ക്. ഈ റോഷ്നി ജലാ സക്തേ ഹെ, അല്ലെങ്കിൽ ഈ ചോട്ടെ ബൾബ് ജലാ സക്തേ ഹെ. അപ്പോൾ അത് വർക്ക് ചെയ്യുന്നില്ല, അതിങ്ങനെ ബട്ടൺ കേടാണ്. ഓക്കെ, അതൊന്ന്. രണ്ടാമത്തെ, നമ്മുടെ സീറ്റ് എന്താകുന്നില്ല, ബാക്കിലേക്ക് പോകുന്നില്ല. ഹമാരാ സീറ്റ് പീछे नहीं जाते हैं, पता नहीं हमारा सीट पीछे नहीं जा रहे, എൻ്റെ സീറ്റ് ബാക്കിലേക്ക് പോകുന്നില്ല. ഇങ്ങനെയുള്ള കുറച്ച് വാക്കുകൾ നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ മേരി സീറ്റ് പീछे नहीं जा रहे ഒന്ന്. പിന്നെ നമ്മൾ പറഞ്ഞ് മേരെ ലിയേ ഓ റോഷ്നി ജലാ സക്തേ ഹെ, എനിക്ക് വേണ്ടിയിട്ട് ആ ലൈറ്റ് ഒന്ന് ഓണാക്കുമോ, 2. മൂന്നാമത്തത്, നമ്മൾ അദ്ദേഹത്തോട് യെ മേരി സീറ്റ് ഹെ, യെ സീറ്റ് മേരി ഹെ, ഇത് എൻ്റെതാണ്. പിന്നെ നമ്മൾ പറഞ്ഞു യെ മേരി മൊബൈൽ ആക്ച്വലി മേരി മൊബൈൽ ഫ്ലൈറ്റ് മോഡ് പേ ഹെ, എൻ്റെ ഫോണ് യഥാർത്ഥത്തിൽ ഫ്ലൈറ്റ് മോഡില്ല. ബന്ദ് കറും ഇത് ബന്ധാക്കണോ, നെയ് ചായേ. ഓക്കെ, അപ്പം നിങ്ങൾ കൂളായി ഇത്തരം സന്ദർഭത്തിൽ നിങ്ങൾക്ക് പഠിക്കാനും ഹിന്ദിക്കാരോട് ഇത്തരം ധൈര്യമായ വാക്കുകൾ സംസാരിക്കാനും പഠിക്കണം. ഹിന്ദി യൂണി എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് തുടങ്ങുന്നത് നിങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ തീർച്ചയായിട്ടും അതിലൊക്കെ പങ്കെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ധന്യവാദ്, ബഹുത് ശുക്രിയ.